Good morning, students. In this lecture, we'll be learning about how to improve communication. So let's begin. A good listener is a good communicator. So only those who listens well can respond or communicate effectively. So നന്നായി ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് മാത്രമേ തിരിച്ച് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. Which means നന്നായി ശ്രദ്ധിക്കുക, that is a good listener. ആ ലിസണറിന് മാത്രമേ റെസ്പോൺസ്, അതായത് തിരിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലാരിറ്റി ഇൻ തോട്ട്, കോണ്ടന്റ് ആൻഡ് എക്സ്പ്രഷൻ. So the second point, in order to improve communication, there must be clarity in thought, content and expression. അതായത് ഐഡിയാസ് ഇതിലൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം, കണ്ടന്റിൽ, എക്സ്പ്രഷനിൽ. എന്നാൽ മാത്രമേ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ടാർഗറ്റ് ഓഡിയൻസ് ഡിസൈഡ്സ് ദ കോണ്ടന്റ് ഓഫ് എനി കമ്മ്യൂണിക്കേഷൻ. സോ ഇറ്റ് ഈസ് ദി ടാർഗറ്റ് ഓഡിയൻസ് who decides the content of any communication, which means that the sender sends the message or content keeping the target audience in mind. അപ്പോൾ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിൽ കണ്ടിട്ടാണ് ഒരു സെൻഡർ കമ്മ്യൂണിക്കേഷനിൽ മെസ്സേജസ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാർഗറ്റ് ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ടാ എന്താ സെൻഡർ മെസ്സേജസ് സെൻഡ് ചെയ്യുന്നത്. Maintaining eye contact, pausing effectively while speaking, asking questions. So in order to improve communication, it is essential or important to maintain eye contact. Pausing means to stop for a short period and then continue. Just ഒന്ന് നിർത്തിയിട്ട് കണ്ടിന്യൂ ചെയ്യുക, അതാ പോസിംഗ് എന്ന് പറയുന്നത്. While speaking, it is important to pause at right times. Also, while asking questions, one should pause effectively. ഇപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും എല്ലാം ഒരാൾ റൈറ്റ് ടൈമിൽ പോസ് ചെയ്യണം, അതായത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. So these are the 4 points that explains about how to improve communication. The next is English for communication. Languages are windows of communication that help connect people all over the world. So it is language that connects people all over the world. ഭാഷ, അത് ലാംഗ്വേജ് വഴിയാണ് മറ്റു ആൾക്കാർ പരസ്പരം കണക്ട് ചെയ്യുന്നത്. ലേണിംഗ് ഇൻ ലാംഗ്വേജ് ഇസ് നോട്ട് ഓൺലി എ ചാലഞ്ച് ബട്ട് ഓൾസോ എ വെരി റിവാർഡിംഗ് പ്രോസസ്. സോ ലേണിംഗ് ഇൻ ലാംഗ്വേജ് ഇസ് ഡെഫിനറ്റ്ലി എ ചാലഞ്ച് ബട്ട് ഇറ്റ് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ഷൻ ടു. ഒരു ലാംഗ്വേജ് പഠിക്കുന്നത് എപ്പോഴും ഒരു ചലഞ്ചാണ്. എന്നാലും ഈ ഒരു ലാംഗ്വേജ് പഠിച്ചു കഴിയുന്ന ഒരാൾക്ക് ഇത് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നു. ബിക്കോസ് ഒരു ലാംഗ്വേജ് പഠിച്ചു, ഒന്നിൽ കൂടുതൽ ലാംഗ്വേജസ് പഠിക്കുന്നവർക്ക് നന്നായിട്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡിലുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. ലേണിംഗ് എ ലാംഗ്വേജ് സോ ഡെഫിനറ്റ്ലി ഈസ് നോട്ട് ഓൺലി എ ചാലഞ്ച് ബട്ട് ഓൾസോ എ വെരി റിവാർഡിംഗ് പ്രോസസ്. Acquaintance with different languages empowers us and instills confidence to face the world. Knowing different languages gives people power and makes people confident enough to face the world. Why? Because people who know different languages could communicate with people from different parts of the world. It also enhances our employability to a great extent. So knowing different languages increases the chance of work a person could get. This is all for today. Thank you.